നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക സ്റ്റഫ് ചെയ്യാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഇതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും ഒരു വെറൈറ്റി ലുക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഈ വെണ്ടയ്ക്ക സ്റ്റഫ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിന്ന് വെണ്ടയ്ക്ക സ്റ്റഫ് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ലവണ്ണം വെണ്ടയ്ക്ക കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു വര ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനകത്തുള്ള കുരു നമ്മൾ നീക്കം ചെയ്യണം. ഇതുപോലെ എല്ലാ വെണ്ടയ്ക്കയും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയത് 4 ടേബിൾ സ്പൂൺ വേണം. പിന്നെ മല്ലിയില 2-3 ടേബിൾ സ്പൂൺ, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ വെച്ച് തന്നെ ഒന്ന് നല്ലവണ്ണം ഞെരടി യോജിപ്പിക്കണം. എല്ലാം കൂടി ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് നിറച്ചു കൊടുക്കണം. ഇതുപോലെ ഓരോ വെണ്ടയ്ക്കയിലും മസാല നിറച്ചു കൊടുക്കുക. നല്ലവണ്ണം ഫില്ലാകുന്നത് വരെ നിറയ്ക്കണം, പുറത്തേക്ക് ചാടി പോകണ്ട. പിന്നെ ഇത് തയ്യാറാകുമ്പോൾ നമ്മൾ നല്ല ഇളത്ത വെണ്ടയ്ക്ക എടുക്കാൻ ശ്രമിക്കണം. ഒരുപാട് മൂത്ത് പോയതൊന്നും എടുത്താൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കിളന്ത് വെണ്ടയ്ക്ക എടുക്കുകയായിരിക്കും നല്ലത്. ഇതുപോലെ എല്ലാത്തിലും ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ 2 രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് പാനിൽ വെച്ച് സ്റ്റൗ ടോപ്പിലും തയ്യാറാക്കാം, അതുപോലെ തന്നെ ഓവനിലോ മൈക്രോവേവിലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റും. ഞാൻ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. മൈക്രോവേവിലും ചെയ്യുന്നുണ്ട്, പാനിലും ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ മൈക്രോവേവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചതാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഞാൻ മൈക്രോവേവിലേക്ക് മാറ്റാം. 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ചെയ്തപ്പോൾ അതെനിക്ക് റെഡിയായി കിട്ടി. ഇനി പാനിൽ തയ്യാറാക്കാനുള്ളതാണിത്. ഇതിലും കുറച്ച് വെള്ളം നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു പാത്രം എടുത്ത് ഇതുപോലെ വയ്ക്കാം. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ വെണ്ടയ്ക്ക വയ്ക്കാൻ പോകുന്നത്. 5 മിനിറ്റ് പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വയ്ക്കാം. ഇനി നല്ലോണം ഒന്ന് മൂടി വയ്ക്കണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക തയ്യാറായി കിട്ടി. മസാലയൊക്കെ നല്ലവണ്ണം വെന്ത് മുരിഞ്ഞിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ് ചെയ്ത വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മൈക്രോവേവിൽ ചെയ്തതാണ്. ഇതും 5 മിനിറ്റിനുള്ളിൽ റെഡിയായി, അതും റെഡിയായി. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതാണ്. അവർക്ക് വളരെ ഇഷ്ടമാകും. കാണാനും നല്ല ഭംഗിയാണ്. ഇത് ഒരു കത്രികയോ കത്തിയോ ഉപയോഗിച്ച് ചെറുതായിട്ട് പീസാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം.
എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.